Good morning. Welcome to editing class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഓഡിറ്റ് പ്രോഗ്രാമിനെ കുറിച്ചും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഫയലുകളെ കുറിച്ചൊക്കെയാണ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടിക്ക് മാർക്സ്. നോർമലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടേമാണ് ടിക്ക് മാർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പലപ്പോഴും പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും വായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള ടിക്ക് മാർക്കുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഓഡിറ്റർ ഷുഡ് യൂസ് ഡിസ്റ്റിങ്ക്റ്റീവ് ടിക്സ് ഓഫ് വാരിയസ് കളേഴ്സ് ബൈ ഓഡിറ്റിംഗ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഒരു ഓഡിറ്റിങ്ങിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരു ഓഡിറ്റർ വാല്യൂ ചെയ്യുമ്പോൾ ഒരുപാട് രീതിയിലുള്ള അല്ലെങ്കിൽ പല കളറിലുള്ള ടിക്ക് മാർക്കുകൾ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് ഓർ സിംബൽസ് യൂസ്ഡ് ബൈ ദ ഓഡിറ്റർ ഡ്യൂറിങ് ദ പെർഫോമൻസ് ഓഫ് ഓഡിറ്റ് വർക്ക്. ടിക്ക് മാർക്ക് എന്ന് പറയുന്നത് ദ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഓർ സിംബൽസ്, ഏതെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അല്ലെങ്കിൽ ഒരു സിംബൽസ് യൂസ്ഡ് ബൈ ദ ഓഡിറ്റർ യൂസ് ചെയ്യുന്നത് എപ്പോൾ ഡ്യൂറിങ് ദ പെർഫോമൻസ് ഓഫ് ഓഡിറ്റ് വർക്ക്. ഒരു ഓഡിറ്റ് വർക്ക് നടത്തുമ്പോൾ ആ ഒരു പെർഫോമൻസ് നടക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഐഡൻറ്റിഫിക്കേഷൻ മാർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടിക്ക് മാർക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ടിക്ക് മാർക്ക് അല്ലെങ്കിൽ ചെക്ക് മാർക്സെന്നും ഓഡിറ്റ് മാർക്സെന്നും ചെക്ക് സയൻസെന്നൊക്കെ നമുക്ക് പറയാം. ഇതെല്ലാം പല രീതിയിൽ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഈ പല രീതിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിക്ക് മാർക്സ് ഉണ്ട്. ഇപ്പോൾ വൗച്ചിങ്ങിനൊന്ന്, ചെക്കിങ്, പോസ്റ്റിങ്, കാസ്റ്റിങ്, അങ്ങനെ പല രീതിയിൽ നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഓരോന്നിൻ്റെതായ ടിക്ക് മാർക്കുകൾ യൂസ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടിക്ക് മാർക്കുകളാണ് ഈക്വൽ സൈൻ, ഹൈഫൺ, ഹാഷ്, ഡോളർ സൈൻ, OIS എന്നൊക്കെ. അത് നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഓഡിറ്റർ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പല ടിക്ക് മാർക്കുകളാണ്. അത് നമുക്ക് പല കളറിൽ യൂസ് ചെയ്യാം, പല ഫോണ്ടിൽ യൂസ് ചെയ്യാം, പല ഫോർമാറ്റിൽ യൂസ് ചെയ്യാം അല്ലേ. അതൊക്കെ ഓരോ ഓഡിറ്ററിൻ്റെ അഭിരുചിക്കനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, ടിക്ക് മാർക്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മളറിയാലോ, നമ്മൾ ഒരു ബുക്ക് വായിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വായിക്കണമെങ്കിൽ നമുക്ക് എവിടെ വായിച്ച് നിർത്തി അതറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യത്തിലും ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ എടുക്കുന്ന കാര്യത്തിലായാലും അവിടെ എന്തെങ്കിലും ഒരു മാർക്ക് ഇട്ട് വയ്ക്കും. അടുത്ത ദിവസം ഏതെടുക്കാനുള്ളതെന്നോ അല്ലെങ്കിൽ ഇന്ന് ഏതെടുത്ത് തീർന്നതെന്നോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഓരോരുത്തരും ചെയ്തു വരുന്നൊരു സംഭവമാണ് ഈ ടിക്ക് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഒരു ഓഡിറ്റിങ്ങിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹൗ മച്ച് വർക്ക് ഹാസ് ബീൻ ഡൺ അല്ലേ, എത്രത്തോളം വർക്ക് ചെയ്ത് കഴിഞ്ഞു എന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. എത്രത്തോളം വർക്ക് ചെയ്ത് കഴിഞ്ഞു, ഒരു ഓഡിറ്റർ എത്ര വർക്ക് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സ്പെഷ്യൽ ടിക്കുകൾ ഇടുമ്പോൾ നമ്മൾ എക്സാമിനൊക്കെ റെഡിങ് കൊണ്ടൊക്കെ വരയ്ക്കില്ല, ഇമ്പോർട്ടൻ്റ് ഒക്കെ എക്സാമിനല്ല ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ എഴുതി വയ്ക്കും. അതെന്തിനാണ്, അതൊന്നും കൂടി റെഫർ ചെയ്ത് പഠിക്കാം. അപ്പോൾ സ്പെഷ്യൽ അറ്റൻഷൻ ഗിവൺ ഫോർ എ സ്പെഷ്യൽ ടേം. ഇപ്പോൾ ഏതെങ്കിലും സ്പെഷ്യൽ ടേമുകൾക്കോ ഏതെങ്കിലും സ്പെഷ്യലായിട്ട് വരുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സ്പെഷ്യൽ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ടേമുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ടിക്ക് മാർക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഫോർ ഐഡൻറ്റിഫൈങ് അല്ലെങ്കിൽ വെരിഫൈങ് ഓൾ ദീസ് ഐറ്റംസ്. ഇപ്പം നമുക്ക് പല രീതിയിൽ പല കളറിൽ, ഇപ്പോൾ ഹെഡിങ്ങിനൊരു കളർ, സബ് ഹെഡിങ്ങിനൊരു കളർ, കണ്ടൻറ്റിനൊരു കളർ, അങ്ങനെ പല രീതിയിൽ നമ്മൾ പല കളർ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈസിലി ട്രേസ് ഔട്ട് ദ ആൾട്രേഷൻ മെയ്ഡ് ബൈ ദ ക്ലയൻറ്റ്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ തന്നെ ഇപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഒക്കെ കാര്യങ്ങളാകുമ്പോൾ നമ്മളത് റെഡിങ്ങിൽ തിരുത്തും. അതിനെന്താണ് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അതുപോലെ ഒരു ഓഡിറ്റ് നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫയലിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തുകൾ ക്ലയൻറ്റിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊക്കെ വേറെ കളറുകളിലൊക്കെ ആക്കി ടിക്ക് മാർക്ക് യൂസ് ചെയ്യും. അതുപോലെ തന്നെ എൻഷുർ എഫിഷ്യൻസി ഇൻ ഓഡിറ്റ്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിക്ക് മാർക്ക് ആണെങ്കിൽ അതിൽ നമ്മൾ ആ ഓഡിറ്ററുടെ എഫിഷ്യൻസിയാണ് മനസ്സിലാക്കുന്നത്. ഓഡിറ്റർക്ക് അത്രയും കഴിവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടെസ്റ്റ് ചെക്കിങ്. എന്താണ് ടെസ്റ്റ് ചെക്കിങ് എന്ന് പറഞ്ഞാൽ? ടെസ്റ്റ് ചെക്കിങ് ഈസ് ബേസ്ഡ് ഓൺ ദ തിയറി ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് പറയുന്ന തിയറി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെക്കിങ് അപ്പോൾ നടക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെക്കിങ് എന്ന് പറയുമ്പോൾ സം സാമ്പിൾസ് ടേക്കൺ ഫ്രം ദ അക്കൗണ്ട്സ് ആൻഡ് ചെക്കിങ്, അത്രേ ഉള്ളൂ. നമ്മൾ ഒരു ഫേമിൻ്റെ എല്ലാ അക്കൗണ്ട്സും ചെക്ക് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ കുറച്ച് സാമ്പിൾസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. കൂടുതൽ ഓഡിറ്റിങ്ങിൽ അഡോപ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡ് ടെസ്റ്റ് ചെക്കിങ് തന്നെയാണ്. കാരണം എല്ലാ ട്രാൻസാക്ഷൻസും ചെക്ക് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട്
ചെക്ക് ചെയ്യുന്നതാണ് ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പാർഷ്യൽ ഓഡിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സർട്ടൻ സാമ്പിൾസ് മാത്രമാണ് ഒരു ഓഡിറ്റർ എടുക്കുന്നത്. അതിനൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. പ്രൊഫസർ വാൾട്ടർ ബി മേക്സ് ഓഫ് അമേരിക്ക ഡിഫൈൻ ചെയ്യുന്നത് ടെസ്റ്റിംഗ് ആൻഡ് ടെസ്റ്റ് ചെക്കിംഗ് മീൻസ് ടു സെലക്ട് ആൻഡ് എക്സാമിൻ എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഫ്രം എ ലാർജ് നമ്പർ ഓഫ് സിമിലർ ഐറ്റംസ്. എന്താണ് ടെസ്റ്റിംഗ് ആൻഡ് ടെസ്റ്റ് ചെക്കിങ്? ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത് ടു സെലക്ട് ആൻഡ് എക്സാമിൻ എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ. ടു സെലക്ട് ആൻഡ് എക്സാമിൻ, സെലക്ട് ചെയ്യുക, എക്സാമിൻ ചെയ്യുക ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഫ്രം എ ലാർജ് നമ്പർ ഓഫ് സിമിലർ ഐറ്റംസ്. ഒരേ രീതിയിലുള്ള സിമിലർ ഐറ്റംസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സെലക്ട് ചെയ്തെടുക്കുക. അതിനെയാണ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ടെസ്റ്റ് ചെക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെലക്റ്റീവ് വെരിഫിക്കേഷൻ ഓർ ഓഡിറ്റ് ബൈ ടെസ്റ്റ് എന്ന് നമുക്കിതിനെ പറയാൻ പറ്റും. സെലക്റ്റീവ് വെരിഫിക്കേഷൻ ഓർ ഓഡിറ്റ് ബൈ ടെസ്റ്റ് എന്ന് പറയാൻ പറ്റും. പല രീതിയിലുള്ള സെലക്ഷൻസിൽ വരുന്നത് ജഡ്ജ്മെൻറ്റ് സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഗ്രൗണ്ടിൽ നിന്ന് പ്യുവറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സാമ്പിൾസ് ആണ്. അത് സക്സസ്ഫുൾ ആണെങ്കിൽ ഫേം ഒരു ഗുഡ് ആൻഡ് എഫിഷ്യൻറ്റ് സിസ്റ്റമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു ഓഡിറ്റർക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക് മിനിമൈസ് ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് ഒക്കെ നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ടെസ്റ്റ് ചെക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ടെസ്റ്റ് ചെക്കിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രിക്കോഷൻ ടു ബി ടേക്കൺ വൈൽ അപ്ലൈയിങ് ടെസ്റ്റ് ചെക്സ്. ടെസ്റ്റ് ചെക്ക് നടത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, അതാണ് നെക്സ്റ്റ് വരുന്നത്. ഷുഡ് ബി മെയ്ഡ് അറ്റ് റാൻഡം വൈസിലായിരിക്കണം നമ്മൾ ടെസ്റ്റ് ചെക്കിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഷുഡ് ബി ചെക്ക്ഡ് ത്രൂ ഔട്ട് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ഷുഡ് ബി സോ അറേഞ്ച്ഡ്, വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഡാറ്റയിൽ നിന്നാണ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഷുഡ് കവർ ദ ഹോൾ പീരീഡ്, അല്ലേ, മുഴുവൻ ഡാറ്റേനെ നമ്മൾ മുഴുവൻ പീരീഡിലും ഉള്ള ഡാറ്റയിൽ നിന്നും നമ്മൾ സാമ്പിൾസ് എടുക്കേണ്ടത്. ദെൻ എവറി ട്രാൻസാക്ഷൻ ഷുഡ് ബി ചെക്ക്ഡ്, എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് പ്രിക്കോഷൻ ടു ബി ടേക്കൺ while applying test checks. Then next വരുന്നു റൂട്ടീൻ ചെക്കിങ്. റൂട്ടീൻ ചെക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് വൗച്ചിങ് വിച്ച് ഇസ് എസെൻഷ്യൽ വർക്ക് ഓഫ് ആൻ ഓഡിറ്റ്. ഒരു ഓഡിറ്ററുടെ എസെൻഷ്യൽ പാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ വരുന്ന ഒരു എസെൻഷ്യൽ പാർട്ടാണ് റൂട്ടീൻ ചെക്കിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ പ്രൈം എൻട്രി ആൻഡ് ലെഡ്ജേഴ്സ് വിത്ത് റെഫറൻസ് ടു വൗച്ചേഴ്സ്. ഇപ്പോൾ വൗച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, റൂട്ടീനായിട്ട് ഡെയിലി ചെക്ക് ചെയ്യുക. അതാണ് റൂട്ടീൻ ചെക്കിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ചെക്കിംഗ് സച്ച് ആസ് പോസ്റ്റിംഗ്, കാസ്റ്റിംഗ്, ബാലൻസിംഗ് ഇൻ ലെഡ്ജേഴ്സ് ആൻഡ് സബ്സിഡിയറി ബുക്സ് ആർ ഡൺ ഇൻ റൂട്ടിംഗ് മാനർ ബൈ ദ ഓഡിറ്റർ ഈസ് കാൾഡ് റൂട്ടീൻ ചെക്കിംഗ്. എല്ലാ അക്കൗണ്ടുകളും കാസ്റ്റിംഗ്, ബാലൻസിങ്, സബ്സിഡിയറി എല്ലാം ചെക്ക് ചെയ്യുന്നതാണ് റൂട്ടീൻ ചെക്കിംഗ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക്കൽ ആക്യുറസി, അതുപോലെ തന്നെ ക്ലറിക്കൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അരിത്തമെറ്റിക്കൽ ആക്യുറസി നമുക്ക് നോക്കാൻ പറ്റും, ക്ലറിക്കൽ എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒറിജിനൽ എൻട്രി നമ്മൾ കറക്റ്റായിട്ട് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റിൽ തന്നെയാണ് ചെയ്തതെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ്ലി ബാലൻസ്ഡ് ആണെന്ന് അറിയാൻ പറ്റും. സിമ്പിൾ എറേഴ്സും ഫ്രോഡുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൾട്ടേർഡ് ആഫ്റ്റർ ചെക്കിംഗ് ബൈ യൂസ് ഓഫ് സ്പെഷ്യൽ ടിക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് റൂട്ടീൻ ചെക്കിങ്ങിൽ ആൾട്രേഷൻ നടത്തിയിട്ടുള്ളതും ടിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അരിത്തമെറ്റിക്കൽ ആക്യുറസി പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ബുക്കിങ്ങിന് നമുക്കൊരു ആൾക്ക് ഓർഡിനറി ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഈസിലി നമുക്കത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പൾസ് ആൻഡ് ഫ്രോഡ് റിവർലി ലേഡ് ഡൗൺ. ഇപ്പോൾ പല രീതിയിലുള്ള എറേഴ്സ് കണ്ടെത്തണമെങ്കിലും അതിനും മുകളിലായിട്ട് പല ആളുകൾക്കും പല ഫ്രോഡുകൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ സിമ്പിളായിട്ടുള്ള എററുകൾ മാത്രമേ നമുക്ക് റൂട്ടീൻ ചെക്കിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇറ്റ് ക്രിയേറ്റ്സ് മോണോട്ടണി. ഇപ്പോൾ നമ്മൾ എന്നിങ്ങനെ റൂട്ടീൻ ചെക്ക് നടത്തുമ്പോൾ ഒരു ആധിപത്യം ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പറയുന്നത് ഇറ്റ് ക്യാൻ നോട്ട് ബി കാൾഡ് ഫുൾ പ്രൂഫ്. ഒരിക്കലും നമുക്കതൊരു ഫുൾ പ്രൂഫ് അല്ലെങ്കിൽ ഒരു ഒറിജിനൽ പ്രൂഫ് നമുക്കതിന് പറയാനായിട്ട് സാധിക്കില്ല. ഓൺലി ഇൻ സ്മോൾ ബിസിനസ് ഫേമിൽ മാത്രമാണ് നമുക്ക് എന്ത് സാധിക്കുള്ളൂ, ടെസ്റ്റ് ചെക്കിങ് സാധിക്കുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് സർപ്രൈസ് ചെക്സ്. എന്താണ് സർപ്രൈസ് ചെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെക്നിക് യൂസ്ഡ് ബൈ എൻ ഓഡിറ്റർ. ഹി പേസ് സർപ്രൈസ് വിസിറ്റ് ടു ഹിസ് ക്ലയൻറ്റ് ഓഫീസ് ആൻഡ് മേക്സ് സർപ്രൈസ് ചെക്കിംഗ് ഓൺ സർട്ടൻ ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ്. ഇപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ചെക്കിങ് വരുത്തുന്നതിനാണ് സർപ്രൈസ് ചെക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ കൗൺസിൽ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഹാഡ് റെക്കമെൻഡഡ് ദ സിസ്റ്റം ഓഫ് സർപ്രൈസ് ചെക്ക് ഫോർ ഇൻക്രീസിങ് ദ എഫിഷ്യൻസി ഓഫ് ഓഡിറ്റിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സർപ്രൈസ് ചെക്സ് പ്രൊവൈഡ് ചെയ്യണം.
ആ സർപ്രൈസ് ചെക്സിൽ വരുന്നതാണ് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബുക്ക്, ക്യാഷ് ബാലൻസ്, അതർ ഐറ്റംസ്. പിന്നെ അതുപോലെ തന്നെ വെരിഫിക്കേഷൻ ഓഫ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് വേജ് ഷീറ്റ്സ് ആൻഡ് payrolls and verification of records relating stocks and stores and verification of investment registers. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് സർപ്രൈസ് ചെക്സ്. സർപ്രൈസ് ചെക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ദ ക്ലയൻറ്റ് സ്റ്റാഫ് അലേർട്ട്, കോഷ്യസ് ആൻഡ് പങ്ക്ച്വൽ ആയിരിക്കും, എപ്പോഴും അലേർട്ടായിട്ട് ഇരിക്കുന്നുണ്ടാവും. അതുപോലെ മോറൽ ചെക്ക് ഓൺ ക്ലയൻറ്റ് സ്റ്റാഫിൻ്റെ മോറൽ ചെക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വീക്ക്നെസ് ആൻഡ് ഇൻസഫിഷ്യൻസി ഓഫ് ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ ചെക്കിൻ്റെയും ഇൻറ്റേർണൽ കൺട്രോളിൻ്റെയും വീക്ക്നെസ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ഓഡിറ്റിംഗ്. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ഇൻ ബാലൻസിങ് ബുക്സ്. ഇഫ് ദ ബാലൻസിങ് ഇൻ ബുക്സ് ആർ നോട്ട് ടാലി, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഓഡിറ്റർ ടു ലൊക്കേറ്റ് ദ ഡിഫറൻസ് ഇൻ ബുക്സ്. ഇപ്പോൾ നമ്മൾ ടാലി ചെയ്യുമ്പോൾ പ്രോപ്പർ അല്ലെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെന്തൊക്കെയാണ് ഏതൊക്കെ ഗൈഡ് ലൈൻസ് ആണ് വേണ്ടതെന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് വൺ, ദ ഓഡിറ്റർ ഷുഡ് ചെക്ക് ദ ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് ദർ ബാലൻസസ് ആൻഡ് ദർ കാസ്റ്റിംഗ് ക്യാരി ഫോർവേഡ്സ്. ലെഡ്ജർ അക്കൗണ്ട്സ് തറവായിട്ട് വെരിഫൈ ചെയ്തിട്ട് ബാലൻസ്, അതുപോലെ തന്നെ ക്യാരി ഫോർവേഡുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. Then he should check the balance of various ledger accounts on trial balance and the list of debtors and creditors. ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ലിസ്റ്റ് എടുത്തിട്ട് അവിടെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ട്രയൽ ബാലൻസ് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്തതെന്നുള്ളത് ചെക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ്, ഇനി ക്യാൻസലേഷൻ, ആൾട്രേഷൻ ഓർ ഓവർ റൈറ്റിംഗ് ഇൻ ഫിഗേഴ്സ്. ഓവർ റൈറ്റിങ്ങോ ക്യാൻസലേഷനോ ആൾട്രേഷനോ ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് തറവായിട്ട് നോക്കുക. അതുപോലെ തന്നെ ദ ഡിഫറൻസ് ഇൻ ഫിഗേഴ്സ് ആർ ₹10, 100,000, അതിൽ എന്തെങ്കിലും റോങ് ടോട്ടലിങ്ങിലോ അല്ലെങ്കിൽ അതിൽ റൈറ്റ് ചെയ്യുന്നില്ല, സീറോയുടെ കുറവോ കൂടുതലോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ദർ ആർ സം എറേഴ്സ്, ദാറ്റ് ഈസ് ₹18 ഇൻസ്റ്റെഡ് ഓഫ് 81, അല്ലേ? 18 എന്ന് എഴുതും ചിലപ്പോൾ 81 പകരം. അങ്ങനത്തെ എററുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഡിറ്റക്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഗൈഡ് ലൈൻസും ഫോളോ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഒരു ഓഡിറ്റർക്ക് പല രീതിയിലുള്ള എററുകൾ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ബാലൻസിങ് എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് തറോ ചെക്കിങ് അഡ്വൈസബിൾ ടു ഓഡിറ്റർ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബാലൻസിങ് ബുക്കിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇത്രയും ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഫറൻസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തത് എന്താണ് ടിക്ക് മാർക്ക്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിക്ക് മാർക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. ദെൻ ടെസ്റ്റ് ചെക്കിങ്, അതിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ പ്രിക്കഷൻ ടു ബി ടേക്കൺ വൈൽ അപ്ലൈങ് ടെസ്റ്റ് ചെക്സ് ആൻഡ് റൂട്ടീൻ ചെക്കിങ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, സർപ്രൈസ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മീനിങ്, അഡ്വാൻറ്റേജസ്, പിന്നെ ഒരു ബാലൻസിങ് ബുക്സിൽ ഡീറ്റെയിൽസ് വരുമ്പോൾ അല്ലെങ്കിൽ എറേഴ്സ് വരുമ്പോൾ നമ്മൾ ഒരു ഓഡിറ്റർ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ, താങ്ക് യു.